നമസ്കാരം. 10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഇൻ ദ അറ്റിക് എന്നുള്ളത് നമ്മൾ എടുത്തു. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ തന്നു കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ആണുള്ളത് അല്ലേ. അതുകൂടിയാകുമ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതാണ്. പിന്നെ അടുത്തൊരു പോയമാണുള്ളത്. അപ്പോൾ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. എന്താണ്? ലെറ്റസ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. പേജ് നമ്പർ 26 നോക്കൂ. We have seen how Spillman gains the strength to carry on in spite of the horrors of the Second World War. Millions of people all over the world suffer the terrors of war and other conflicts even today. ഇന്നും നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? യുദ്ധം അല്ലേ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലേ? ഉണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മൾ എന്താ അതിനെ വിളിക്കുന്നത്? നമ്മൾക്കത് യുദ്ധം തന്നെയാണ്. കാര്യം എന്താ? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോരാടുന്നു. അതിനിടയ്ക്ക് കുറേ ആളുകൾ കിടന്ന് കഷ്ടപ്പെടുന്നു അല്ലേ. അവിടെയും താമസിക്കുന്നത് മനുഷ്യരാണ്, ഇവിടെയും താമസിക്കുന്നത് മനുഷ്യരാണ്. യുദ്ധത്തിൻ്റെ ഇടയിൽപ്പെട്ട് വലഞ്ഞു പോകുന്ന ആൾക്കാരുടെ ദുരിതം നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്പിൽമൻ്റെ ഒരു ഫീച്ചർ എന്താണ്? അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഭയങ്കര കുറച്ചും കൂടി ബോൾഡാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താണ് ഒരു ബലമുള്ളതാണ് അല്ലേ. നമ്മളെയൊന്നും പോലെയല്ല. അദ്ദേഹം ഏത് സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ്? രക്ഷപ്പെടും, മുന്നോട്ട് വരും എന്നുള്ള ചിന്തയുള്ള ആളാണത് നിങ്ങൾ മറക്കരുത്. ഇവിടെ അദ്ദേഹം ഈ ഹൊറേഴ്സ് ഇത്രയും പേടിപ്പെടുത്തുന്ന സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടിയും മുന്നോട്ട് പോകണം എന്നുള്ള സ്ട്രെങ്ത് കൊണ്ടുവരുന്ന ഒരു ആളാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് സഫർ ദ ടെറേഴ്സ് ഓഫ് വാർ ആൻഡ് അതർ കോൺഫ്ലിക്ട്സ് ഈവൻ ടുഡേ. ഇപ്പോഴും മില്യൺസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് സഫർ ചെയ്യുന്നുണ്ട്? ആ യുദ്ധത്തിൻ്റെ ആ ഭീകരത അതിങ്ങനെ സഹിച്ച ഒരു കോൺഫ്ലിക്ട്സിലൂടെ കടന്നു പോകുന്ന മില്യൺസ് ഓഫ് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, ലെറ്റ് us ക്രിയേറ്റ് എ ബോൾ ഓഫ് ഹോപ്പ്. പ്രതീക്ഷയുടെ ഒരു ചുവര് നിങ്ങളോട് സൃഷ്ടിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിനുള്ള സ്പേസ് തരുമായിരിക്കും. ഫീച്ചറിങ് പിക്ചേഴ്സ്, കോട്ട്സ് ആൻഡ് സജഷൻസ് ടു ഹെൽപ്പ് ദ വേൾഡ് എൻഡ് വാർ ഫോർ ഓൾ ടൈം. എന്നത്തേക്കുമായിട്ട് യുദ്ധം അവസാനിക്കണം എന്നുള്ള സൂചന നൽകുന്ന പിക്ചർ, കോട്ട്സ് ഇങ്ങനെയുള്ളതൊക്കെ ചേർത്ത് നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 3-4 ക്യാപ്ഷൻ നോക്കാം. പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. എന്താണ്? വാർ ഡസ് നോട്ട് ഡിറ്റർമിൻ ഹൂ ഈസ് റൈറ്റ്, ഓൺലി ഹൂ ഈസ് ലെഫ്റ്റ്. യുദ്ധം ആരെങ്കിലും രണ്ടുപേർ യുദ്ധം ചെയ്താൽ ശരിയായിട്ടുള്ളവൻ ആരുടെ ഭാഗത്താണ് ന്യായം എന്നാണോ നോക്കുന്നത്? അവശേഷിക്കുന്ന ആരാണ്? ഒരാൾ മരിക്കും, ഒരു ഭാഗം തോൽക്കിട്ടും, അവർ നശിച്ചു പോകുന്നു, മറ്റൊരാൾ അവശേഷിക്കുന്നു. ഇത് മാത്രമേ യുദ്ധം കൊണ്ട് ഗുണമുള്ളൂ. ആരാണ് പറഞ്ഞത്? ബെർട്രാൻഡ് റസ്സലാണ്. ഭയങ്കര വലിയൊരു എഴുത്തുകാരനാണ് ശരിക്കും. നമ്മൾ ആ ഒരു രീതിയിൽ പറയുകയാണ്. ചിന്തകനാണ് കേട്ടോ, എഡ്യൂക്കേറ്ററാണ് അദ്ദേഹം. ഇനിയുള്ളത് ആരാണ്? നമുക്ക് നോക്കാം. നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ നോക്കൂ. ഇഫ് യു വോണ്ട് ടു മേക്ക് പീസ് വിത്ത് യുവർ എനിമി യു ഹാവ് ടു വർക്ക് വിത്ത് യുവർ എനിമി ദെൻ ഹി ബിക്കംസ് എ പാർട്ട്ണർ. നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ അയാളുമായിട്ട് നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അയാളെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് അനുവദിക്കുക. അപ്പോൾ അയാൾ നിങ്ങളുടെ ആരാകും? പാർട്ട്ണറാകും. ഇനി വി ഡു നോട്ട് നീഡ് ഗൺസ് ആൻഡ് ബോംബ്സ് ടു ബ്രിങ് പീസ്, വി നീഡ് ലവ് ആൻഡ് കമ്പാഷൻ. ഞങ്ങൾക്ക് എന്ത് വേണ്ട? പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് വേണ്ട എന്നാണ് പറയുന്നത്? ഗൺസോ ബോംബ്സോ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് സ്നേഹവും കമ്പാഷൻ, സഹാനുഭൂതിയുമാണ് വേണ്ടത്. ആരാ പറഞ്ഞത്? നിങ്ങൾക്കെല്ലാം അറിയാം, മലാല യൂസഫ്സായി ആണ് അത് പറഞ്ഞത്. ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ഹോപ്പ് ഈസ് എ ചോയ്സ് വി മേക്ക്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. എന്താണ്? സ്പിൽമൻ്റെ പിയാനിസ്റ്റിനകത്തുള്ള ഒരു വാക്കാണ് ഈ പറഞ്ഞത്. ഡാർക്കസ്റ്റ് ടൈമിൽ പോലും ഹോപ്പ്, പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥം. ഇനി യുനെസ്കോയുടെ പ്രീആംബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വാർസ് ബിഗിൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ ദാറ്റ് ദ ഡിഫൻസസ് ഓഫ് പീസ് മസ്റ്റ് ബി കൺസ്ട്രക്റ്റഡ്. യുദ്ധമെന്ന് പറയുന്നത് കുറേ പേരെ മനസ്സിലുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ നമ്മൾ എന്ത് കൺസ്ട്രക്റ്റ് ചെയ്യണം? ഡിഫൻസസ് ഓഫ് പീസ് മസ്റ്റ് ബി കൺസ്ട്രക്റ്റഡ്. പീസ്, സമാധാനമാണ് നമ്മളവിടെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അതാണ് യുനെസ്കോയുടെ പ്രീആംബിളിൽ പറഞ്ഞത്. ഇനി വിഷ്വൽസ്, ഇപ്പം നമുക്ക് ഒലിവിലകൾ, പ്രാവ്, വെള്ളപ്രാവ്, ഇതൊക്കെ നമുക്ക് സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. അല്ലെങ്കിൽ നമുക്ക് പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞ്, ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ ഇടാം കേട്ടോ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ.
റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ മെമോയർ. നിങ്ങൾ പഠിച്ച പാഠത്തിൻ്റെ കുറച്ച് ഭാഗമായി തന്നിട്ടുള്ളത് നോക്കൂ. ഓൺ December 12th ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് അവസാനമായിട്ട് ആ ഓഫീസർ വരുന്നത്, അദ്ദേഹം ബ്രെഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്, പിന്നെന്താണ് നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുന്നില്ലേ, നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആ കാരണം ദൈവം അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകുന്നില്ലേ. ഐ നെവർ ടോൾഡ് യു മൈ നെയിം. തിരിച്ച് ഇയാൾ വിളിച്ചിട്ട് പറയുന്നില്ലേ, ഞാൻ നിങ്ങളോട് എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം, എന്നെ കണ്ടുപിടിക്കാൻ. അപ്പോൾ പാടില്ലല്ലോ. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് ഇവർ പിരിയുന്നില്ലേ. അത്രയും ഭാഗമാണ് തന്നിട്ടുള്ളത്. വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ മടിയുള്ളത് കൊണ്ടല്ല, വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ അത്രയും സമയം പോകും, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആഫ്റ്റർ സർവൈവിങ് ദ വാർ സ്പിൽമൻ ഈസ് ബാക്ക് അറ്റ് എ പോളിഷ് റേഡിയോ അഗെയിൻ. അല്ലേ, യുദ്ധം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും വന്ന് പോളിഷ് റേഡിയോയിൽ ചേർന്നു. ഇമാജിൻ യു ആർ എ പോഡ്കാസ്റ്റർ ആൻഡ് സ്പിൽമൻ അഗ്രീസ് ടു ഡു എ പോഡ്കാസ്റ്റ് എപ്പിസോഡ് വിത്ത് യു. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർനെറ്റ് വഴി ഇങ്ങനെ നമ്മൾ ഒരാളെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തകളൊക്കെ വിടുന്നതിനെയാണ് നമ്മൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. പ്രക്ഷേപണം ചെയ്യുന്നതിനെയാണ്, പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതിനെയാണ്. അപ്പോൾ നമ്മൾ അതിലൊരാളാണ് എന്ന് വെച്ചോ. അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ സ്പിൽമൻ എന്ത് പറഞ്ഞു, നമ്മളെ കൂടെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ നമ്മളെ കൂടെ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടേക്കിംഗ് ക്യൂസ് ഫ്രം ദ എക്സെപ്റ്റ്, സൂചനകൾ, ക്യൂസ് ഫ്രം ദ എക്സെപ്റ്റ്, പ്രിപ്പയർ ദി സ്ക്രിപ്റ്റ് ഓഫ് എ റേഡിയോ പോഡ്കാസ്റ്റ്. അപ്പോൾ നിങ്ങളൊരു റേഡിയോ പോഡ്കാസ്റ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ വായിക്കാതെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അതിൽ ക്ലൂ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ സൂചനകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തോട് ചോദിക്കുക? നമ്മൾ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലേ, നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ജർമ്മൻ ഓഫീസറെ പറ്റി തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ യുദ്ധത്തെ പറ്റി ഒക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിക്കാം. ഹലോ ആൻഡ് വെൽക്കം ടു എക്കോസ് ഓഫ് കറേജ്. എക്കോസ് ഓഫ് കറേജിലേക്ക് സ്വാഗതം. ടുഡേ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്, വ്ളാഡിസ്ലാവ് സ്പിൽമൻ. ഹി ഈസ് എ പിയാനിസ്റ്റ് ഹു ലിവ്ഡ് ത്രൂ ദ സെക്കൻഡ് വേൾഡ് വാർ. വെൽക്കം മിസ്റ്റർ സ്പിൽസ്മൻ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഇന്ന ആളാണ്, അദ്ദേഹം ഒരു പിയാനിസ്റ്റാണ്, സെക്കൻഡ് വേൾഡ് വാറിലൂടെ കടന്നു വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്പിൽമൻ എന്ത് പറയുന്നു? താങ്ക് യു, ഐ എം ഹാപ്പി ടു ബി ഹിയർ എന്ന് പറയുന്നു. ഹോസ്റ്റ്, ക്യാൻ യു ടെൽ us about the day the German officer came to say goodbye? ആ ഒരു ദിവസത്തെ പറ്റി പറയാമോ? സ്പിൽമൻ, യെസ്, ഇറ്റ് വാസ് 12th of December. He brought me bread and a warm blanket. He told me he was leaving Warsaw. I was scared. I asked, how will I survive the fighting? He said, if we have lived this long, God wants us to live. എന്താണ്, അദ്ദേഹം പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബ്രെഡും ബ്ലാങ്കറ്റും ഒക്കെ കൊണ്ടുവന്ന് തന്നു. എനിക്ക് പേടിയായി. ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു? നമ്മൾ ഇത്രയും നാൾ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിധിയാണത് എന്ന് കരുതുക. ഹോസ്, ദാറ്റ് ഈസ് വെരി ടച്ചിങ്. വാട്ട് ഡിഡ് യു സേ ടു ഹിം? അത് വളരെ ടച്ചിങ് ആണ്. താങ്കൾ മറുപടി കേട്ട് എന്ത് പറഞ്ഞു? സ്പിൽമൻ, ബിഫോർ ഹി ലെഫ്റ്റ് ഐ ടോൾഡ് ഹിം മൈ നെയിം. ഐ സെഡ് ഇഫ് ഐ സർവൈവ് ഐ വിൽ ബി അറ്റ് പോളിഷ് റേഡിയോ അഗെയിൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പോളിഷ് റേഡിയോയിലോട്ട് പോകും എന്ന് പറഞ്ഞ് എൻ്റെ പേര് അദ്ദേഹത്തോട് പറഞ്ഞു. ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു വൺ ഡേ റിമെമ്പർ മൈ നെയിം സ്പിൽമൻ. എൻ്റെ പേരൊന്ന് ഓർത്ത് വയ്ക്കൂ, താങ്കളെ എങ്ങനെയെങ്കിലും എനിക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ താങ്കൾ എൻ്റെ പേര് ഓർത്ത് വയ്ക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഹോസ്റ്റ്, ആൻഡ് നൗ യു ആർ ബാക്ക് അറ്റ് പോളിഷ് റേഡിയോ. അപ്പോൾ താങ്കൾ വീണ്ടും പോളിഷ് റേഡിയോയിലേക്ക് എത്തിയല്ലേ? സ്പിൽമൻ, യെസ്, ഐ സർവൈവ്ഡ്. തീർച്ചയായും ഞാനിപ്പോൾ സർവൈവ് ചെയ്തല്ലോ. ആൻഡ് ഐ പ്ലേ മ്യൂസിക് അഗെയിൻ. ഞാൻ വീണ്ടും മ്യൂസിക് വായിച്ചു തുടങ്ങി. ഐ നെവർ ഫോർഗോട്ട് ദ മാൻ ഹു ഹെൽപ്ഡ് മീ. എന്നെ സഹായിച്ച ആ വ്യക്തിയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു. വീണ്ടും ഹോസ്റ്റ് എന്ത് പറയുന്നു? ഹി ആസ്ക്ഡ് യു ടു പ്ലേ പിയാനോ. വൈ ഡിഡ് യു ചൂസ് ചോപ്പിൻ? അദ്ദേഹം താങ്കളോട് പിയാനോ വായിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് താങ്കൾ ചോപ്പിൻ സെലക്ട് ചെയ്തത്? സ്പിൽമൻ, ചോപ്പിൻ വാസ് പോളിഷ് മ്യൂസിക്. ദ നാസീസ് ബാൻഡ് ഇറ്റ്. പ്ലേയിങ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഫൈറ്റിംഗ് ബാക്ക്. ചോപ്പിൻ എന്ന് പറയുന്നത് ഒരു പോളിഷ് മ്യൂസിക്കാണ്. നാസികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ വായിച്ചാൽ ഫൈറ്റിംഗ് ബാക്ക്, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യണമല്ലോ. അങ്ങനെ. ഹോസ്റ്റ്, ഡു യു സ്റ്റിൽ പ്ലേ ദാറ്റ് സോങ്? ഇപ്പോഴും താങ്കൾ ആ ഒരു പാട്ട് വായിക്കാറുണ്ടോ? സ്പിൽമൻ, യെസ്, ഐ പ്ലേ ഇറ്റ് ടു റിമെമ്പർ. അത് ഓർക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും വായിക്കും. ഹോസ്റ്റ്, യുവർ സ്റ്റോറി ഗിവ്സ് ഹോപ്പ്. വാട്ട് വുഡ് യു ടെൽ പീപ്പിൾ ടുഡേ? താങ്കളുടെ ആ ഒരു സ്റ്റോറി ഹോപ്പ് തരുന്നു ആൾക്കാരോട്, മറ്റുള്ളവരോട്. എന്താണ് പ്രേക്ഷകരോട് താങ്കൾക്ക് പറയാനുള്ളത്? സ്പിൽമൻ, ഈവൻ ഇൻ ഡാർക്ക് ടൈംസ് സ്മോൾ കൈൻഡ്നെസ് മാറ്റർ. ഹോൾഡ് ഓൺ ടു ഹോപ്പ്. ഹെൽപ്പ് അതേഴ്സ് വെൻ യു ക്യാൻ. എന്താണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലും എന്താണ് പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. എന്ത് ചെയ്യണം? നമ്മൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്ക് ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് എത്തും എന്ന് പറയും.
എന്താണ്, ഡാർക്ക് ടൈമിലും ചെറിയൊരു കൈൻഡ്നെസ് അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പ്രതീക്ഷയോടുകൂടി ഇരിക്കണം. അതുപോലെ നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ നമ്മളൊന്ന് സഹായിക്കുകയും വേണം എന്ന് പറയാം. പിന്നെന്താണ്, നമുക്കിനി അത് ക്ലൈമാക്സ് ചെയ്യണ്ടേ. താങ്ക് യു മിസ്റ്റർ സ്പിൽമാൻ, യുവർ സ്റ്റോറി ഗിവ്സ് എസ് ഹോപ്പ്. മ്യൂസിക്കിന് ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് കിട്ടുമല്ലോ, അതങ്ങ് ഫെയ്ഡായി പോകും. ദിസ് വാസ് എ കൗസ് ഓഫ് കറേജ്, താങ്ക് യു ഫോർ ലിസ്ണിംഗ്. കണ്ടാ, ഈ പരിപാടി ഇതായിരുന്നു, താങ്ക് യു എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ആറ്റിക് ഹൈലൈറ്റ്സ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സർവൈവൽ ഇൻ ടൈംസ് ഓഫ് വോർ ആൻഡ് പെർസിക്യൂഷൻ. യുദ്ധം, അതുപോലെ തന്നെ പെർസിക്യൂഷൻ, ഉപദ്രവം, പീഡനം, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്നു, നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറേണ്ടുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. എന്തിനു വേണ്ടി? സർവൈവലിന് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓടും. റീഡ് ദിസ് പോസ്റ്റ് വിച്ച് അപ്പിയർഡ് ഓൺ സോഷ്യൽ മീഡിയ ഓൺ ദ ഒക്കേഷൻ ഓഫ് വേൾഡ് റെഫ്യൂജി ഡേ. വേൾഡ് റെഫ്യൂജി ഡേ, എന്താണ് റെഫ്യൂജി? റെഫ്യൂജി എന്ന് വെച്ചാൽ അഭയാർത്ഥികൾ. എന്നാണ് വേൾഡ് റെഫ്യൂജി ഡേ? ജൂൺ 20 അത്. അപ്പോൾ നോക്കൂ, പിക്ചർ കണ്ടോ, അതാ കമ്പും കുത്തി തലയിൽ സാധനങ്ങളുമായി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് വരിവരിയായിട്ട് നടന്നു പോകുന്നു. കണ്ടോ, ഭക്ഷണമോ വെള്ളമോ നല്ല വസ്ത്രമോ ഷെൽട്ടറോ ഒന്നുമില്ല കേട്ടോ. നോക്കൂ, ദി ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസ് ഈസ് വൺ ഓഫ് ദി ഹ്യൂമാനിറ്റീസ് മോസ്റ്റ് പ്രസ്സിംഗ് ഇഷ്യൂസ് വിത്ത് മില്യൺസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു കോൺഫ്ലിക്റ്റ്, പെർസിക്യൂഷൻ ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് പീഡന, ഉപദ്രവം, യുദ്ധം, അതുപോലെ പിന്നെന്താണ്, യുദ്ധം, പ്രശ്നങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം എന്ത് ചെയ്യും, മില്യൺസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഇന്ത്യയിലാണ് പ്രശ്നമില്ല, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ ഒക്കെ പ്രശ്നം വരുന്നു, മ്യാൻമറിൽ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ അവിടെ നിന്ന് വിട്ട് ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തു പോകും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂസിൽ ഒന്നാണത്. അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്, over 80 million peoples have been displaced worldwide in recent years. കണ്ടോ, നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് പറയുന്നു, ഏകദേശം 80 മില്യൺ ആൾക്കാരാണ് ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗത്തുമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്, റീസെൻറ്റ് ഇയേഴ്സിൽ സ്ഥലം പലായനം ചെയ്തു പോയത്. വിത്ത് നിയർലി 26 മില്യൺ റെഫ്യൂജീസ് സീക്കിംഗ് സേഫ്റ്റി ഔട്ട്സൈഡ് ദെയർ കൺട്രി ഓഫ് ഒറിജിൻ. ഇതിൽ തന്നെ ഏകദേശം 26 മില്യൺ ആൾക്കാരും എന്താ ചെയ്തിട്ടുള്ളത്, അവരുടെ രാജ്യത്ത് നിന്ന്, അവരെവിടെയാണോ ജനിച്ച് വളർന്നത് അവിടം വിട്ട് വേറെ രാജ്യത്തേക്കാണ് അഭയാർത്ഥികളായിട്ട് പോയത്. ഇവിടം സുരക്ഷിതമല്ലാത്തതുകൊണ്ടാണ് ഇവിടുന്ന് ഓടി പോകുന്നത്. Refugees have to face an uncertain future and are usually denied basic necessities such as food, shelter and health care. ഈ റെഫ്യൂജീസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നൊക്കെ പോലെ ഫുഡും ഷെൽറ്ററും ഹെൽത്ത് കെയർ ഇതൊന്നും അവർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ അവർക്കൊരു നല്ല ഫ്യൂച്ചറും കിട്ടില്ല. In this context, concerns regarding the policies of various countries and the distribution of humanitarian aid are among the world's most pressing issues today. നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തോട്ട് വരുമ്പോൾ ആ രാജ്യം നമ്മളെ സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ പോളിസീസ് അല്ലേ, വേരിയസ് കൺട്രീസിനും അങ്ങനെയുള്ള കുറേ പോളിസികളുണ്ട്, അതൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് മാറ്റം വരുത്തണം. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്, അവിടുത്തെ എന്തെങ്കിലും പോളിസികളിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ അതും ഒന്ന് മാറ്റം വരുത്തിയാൽ നമ്മളിവിടെ തന്നെ നിന്ന് പോകത്തില്ലേ. അതുപോലെ എന്തും വേണം, ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വേണം അല്ലേ. എന്താണ്, മനുഷ്യത്വപരമായിട്ടുള്ള എയ്ഡ് ആർ അമംഗ് ദ വേൾഡ്സ് മോസ്റ്റ് പ്രസ്സിംഗ് ഇഷ്യൂസ് ടുഡേ. ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇതൊക്കെ, ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. Let us now prepare a write-up on the problems faced by refugees of war in the present time. റെഫ്യൂജീസ് യുദ്ധപരമായിട്ട്, ഇപ്പോൾ അറിയാമല്ലോ യുദ്ധപരമായിട്ട് റെഫ്യൂജീസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റൈറ്റപ്പ്. പിന്നെ നമുക്ക് എന്ത് വേണം, അതിനൊരു സൊല്യൂഷനും, പ്രോബ്ലംസും അതിനൊരു സൊല്യൂഷനും ഒക്കെ റൈറ്റപ്പിൽ നിങ്ങൾ കൊടുക്കുക. ഹെഡിങ് നോക്കൂ, ദ സ്ട്രഗിൾസ് ഓഫ് വോർ റെഫ്യൂജീസ് ടുഡേ. Millions of people around the world have become refugees because of war, violence or danger in their home countries. അല്ലേ, അവരുടെ കൺട്രീസിലുള്ള വയലൻസും ഡേഞ്ചറും യുദ്ധവും ഒക്കെ കാരണം ഒരുപാട് പേര് റെഫ്യൂജി ആവുന്നുണ്ട്. ദേ ഓഫൺ ഹാവ് ടു ലീവ് എവറിത്തിങ് ബിഹൈൻഡ്. എല്ലാം വേണ്ടെന്ന് വെച്ച് ഓടി രക്ഷപ്പെടേണ്ടി വരും. ആൻഡ് ട്രാവൽ ഇൻ ഹാർഡ് കണ്ടീഷൻസ് വിത്തൗട്ട് ഫുഡ് ഓർ ഷെൽട്ടർ. വളരെ ഹാർഡായിട്ടുള്ള കണ്ടീഷൻസിൽ ഫുഡോ ഷെൽട്ടറോ ഒന്നുമില്ലാതെയാണ് അവർക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ദേ ഫേസ് ഡേഞ്ചറസ് ജേർണീസ്
ഓഫൺ വാക്കിംഗ് ഫോർ വീക്സ് ഓർ ക്രോസിംഗ് സീസ് ഇൻ അൺസേഫ് ബോട്ട്സ്. കണ്ട, ആഴ്ചകളോളം ചിലപ്പോൾ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വമില്ലാത്ത ചെറിയ ചങ്ങാടങ്ങൾ, ബോട്ട്, ഇതിലൊക്കെ കടലിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഇവർക്ക് സംഭവിക്കുന്നുണ്ട്. മെനി ലിവ് ഇൻ ക്യാമ്പ്സ് വെയർ ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ, ഫുഡ്, ക്ലോത്ത്സ്, മെഡിസിൻസ് ഓർ എഡ്യൂക്കേഷൻ. ഒരുപാട് പേരും ക്യാമ്പിലാണ്. അപ്പോൾ അവിടെ തന്നെ അവർക്ക് എന്ത് കിട്ടുന്നില്ല? വെള്ളമോ, ഫുഡോ, ക്ലോത്ത്സോ, മെഡിസിൻസോ, എഡ്യൂക്കേഷനോ നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യം തന്നെയാണ് കേട്ടോ. അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഫാമിലീസ് ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് ലിവ് ഇൻ കോൺസ്റ്റൻറ്റ് ഫിയർ. ഫാമിലീസ് സെപ്പറേറ്റഡ് ആയിട്ട് പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ലൈഫ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ദേ ഡു നോട്ട് നോ വാട്ട് ദെയർ ഫ്യൂച്ചർ വിൽ ബി. അവരുടെ ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് പോലും അവർക്ക് അറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. കൺട്രീസ് ആൻഡ് പീപ്പിൾ മസ്റ്റ് വർക്ക് ടുഗെദർ ടു ഹെൽപ്പ് ദം ലിവ് ബെറ്റർ ലൈഫ്സ്. നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ മറ്റു രാജ്യങ്ങളൊക്കെ അവരെ ഒന്ന് സഹായിക്കണം. വി മസ്റ്റ് സപ്പോർട്ട് റെഫ്യൂജീസ് ബൈ ഡൊണേറ്റിംഗ്, സ്പീക്കിംഗ് അപ്പ് ഫോർ ദെയർ റൈറ്റ്സ് ആൻഡ് ട്രീറ്റിംഗ് ദം വിത്ത് കൈൻഡ്നസ്. അവർക്ക് വേണ്ടുന്നതൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഫുഡും ഡ്രസ്സും ഷെൽട്ടറും ഒക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. താൽക്കാലിക ടെൻറ്റൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ അവരെ എങ്ങനെ കൈൻഡ്നസ്സോട് കൂടി ട്രീറ്റ് ചെയ്യണം. നോ വൺ ചൂസസ് ടു ബി ആ റെഫ്യൂജി. ആർക്കും റെഫ്യൂജി ആകണം അവർ സെലക്ട് ചെയ്തതാണോ? അല്ല. ദേ ഡിസേർവ് സേഫ്റ്റി ആൻഡ് ഹോപ്പ്. അവർക്ക് സേഫ്റ്റിയും വേണം, പ്രതീക്ഷയും വേണം എന്ന് പറഞ്ഞ് നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 4th ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് വേർഡ്സ് ഓർ ഫ്രേസസ് ഫ്രം ദ എക്സ്ട്രാക്ട് ദാറ്റ് റിവീൽ ദ ക്യാരക്ടർ ഓഫ് ദ പിയാനിസ്റ്റ് ആൻഡ് ദ ജർമ്മൻ ഓഫീസർ. ഇനി നിങ്ങൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ആ ഒരു കുറച്ച് ഭാഗം പഠിച്ചിരുന്നല്ലോ, ഏതാ? ആറ്റിക്. അതിനകത്ത് നിങ്ങൾ കുറേ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ കണ്ടു. സ്വഭാവം, അവരുടെ ഒരു രീതികൾ, ഇതൊക്കെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള കുറേ വേർഡ്സും ഫ്രേസസും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ ഇനി എഴുതേണ്ടത്. ദി പിയാനിസ്റ്റ് കണ്ടോ? ഐ സാറ്റ് ഗ്രോണിങ് ആൻഡ് ഗേസിങ് ഡള്ളി. പിന്നെ ഐ കാൺട്ട് ലീവ് ദിസ് പ്ലേസ്. പിന്നെ ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്നും കൂടെ വേണം. ഏത് വികാരമാണ്? ഐ സാറ്റ് ഗ്രോണിങ് ആൻഡ് ഗേസിങ് ഡള്ളി എന്ന് പറയുന്നത് പെയിൻ, സാഡ്നെസ്, ഫിയർ എക്സെട്ര. ഐ കാൺട്ട് ലീവ് ദിസ് പ്ലേസ്, ഫിയർ ഓഫ് ഡെത്ത്. ഇനി ഐ വാസ് ഫ്രൈറ്റൻഡ്, ഐ ബാക്ക്ഡ് അവേ, ഫിയർ, ആങ്സൈറ്റി. ഐ സ്ലംഡ് ഓൺ ദ ചെയർ, എക്സ്ഹോഷൻ, ഡെസ്പയർ. You must remember my name, gratitude, hope. ഇനി ജർമ്മൻ ഓഫീസർ എന്തായിരുന്നു? I have no intention of doing anything to you. Reassuring, compassionate, pacifying. He asked if I had anything to eat. Kind, helpful. ഇനി ashamed of it after everything. Guilt, moral conflict. God's will for us is to live. Hopeful, spiritual conviction. He smiled his usual smile, half shy, humble, modest. ഇതൊക്കെ ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞതാണ്, ഓവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് താഴെ തന്നിട്ടുണ്ട്. നൗ ലെറ്റ് us prepare character sketches of Spillman and the German officer, highlighting their bond of trust and loyalty. അവരുടെ ആ ഒരു ട്രസ്റ്റും ലോയൽറ്റിയും ഒക്കെ കാണുന്ന രീതിയിലൊക്കെ ഉള്ള എന്ത് ചെയ്യണം? നിങ്ങൾ അവരുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് എഴുതണം. അപ്പം നോക്കൂ, സ്പിൽമൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ദ പിയാനിസ്റ്റ് ഹൂ സർവൈവ്ഡ് എന്നൊരു ഹെഡിങ് ചുമ്മാ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി. സ്പിൽമൻ വാസ് എ ടാലൻറ്റഡ് ജൂയിഷ് പിയാനിസ്റ്റ് ഫോഴ്സ്ഡ് ടു ഹൈഡ് ഇൻ വോൾസോസ് ഡിസ്ട്രോയിഡ് ബിൽഡിങ്സ്. വെൻ വി മീറ്റ് ഹിം ഹീ ഈസ് എക്സോസ്റ്റഡ് ആൻഡ് അഫ്രൈഡ്. സ്ലംഡ് ഓൺ ദ ചെയർ വിത്ത് ടയേർഡ് ഐസ്. അതൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വേർഡ്സൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതും പറയുന്നു. പിന്നെ ഡിസ്ട്രോയിഡ് ബിൽഡിങ്സിൻ്റെ ഇടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നത്, അതായത് അദ്ദേഹത്തെ പറ്റി നമ്മൾ ആദ്യം അറിയുമ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു, അഫ്രൈഡ് ആയിരുന്നു. എന്നിട്ട് സ്ലംഡ് ഓൺ ദ ചെയറിലേക്ക് ഇങ്ങനെ വേച്ച് വീഴുന്നത് പോലെ ആയിരുന്നു. വിത്ത് ടയേർഡ് ഐസ്, ഹിസ് ഹാൻഡ്സ് ഷേക്ക്, അതൊക്കെ ഉണ്ട്. when he plays piano because he has not eaten properly in years. വർഷങ്ങളായിട്ട് നന്നായിട്ട് ഫുഡൊന്നും അദ്ദേഹം കഴിച്ചിട്ടില്ല. But when the officer asked him to play, he chooses Chopin's beautiful music, showing his artistic soul still lives inside his starving body. സ്റ്റാർവിങ്, വിശന്ന് പറഞ്ഞ ആ ബോഡിയിലും അദ്ദേഹത്തിന് ആർട്ടിസ്റ്റിക് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ആ ഓഫീസർ അദ്ദേഹത്തോട് പിയാനോ വായിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോപ്പിൻ്റെ മ്യൂസിക് വായിച്ചത്. Though terrified of being killed, I can't leave this place. He finds courage to trust the officer by sharing his name, hoping one day to return the kindness.
ഹിസ്റ്റോറി പ്രൂവ്സ് ദാറ്റ് ഈവൻ ഇൻ ടെറിബിൾ സഫറിങ്സ് പീപ്പിൾ ക്യാൻ കീപ് ദെയർ ഹ്യൂമാനിറ്റി. അപ്പോൾ എന്താണ്, എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസും കറേജും ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്തു ആകാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയുമായിരിക്കും. ഇവിടെ താമസിക്കാൻ പറ്റൂ എന്നുള്ളത് ആണ് സത്യം. പുറത്തോട്ടിറങ്ങി അദ്ദേഹത്തെ കൊല്ലും. അപ്പോൾ ഇവിടെയും ഇറങ്ങാൻ സമയത്തും അദ്ദേഹം എന്ത് ചെയ്യുന്നു, മറ്റേ ജർമ്മൻ ഓഫീസർ പോകുമ്പോൾ അവരെ ബോണ്ട് കാണിക്കുകയാണ്. പേര് പറയുന്നു, എന്തെങ്കിലും വിധത്തിൽ എനിക്ക് താങ്കളെ സഹായിക്കാൻ സാധിക്കുമെങ്കിലോ എന്ന് കരുതി പേര് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്താണ് കാണിക്കുന്നത്, എത്ര ടെറിബിൾ സഫറിങ്ങിലും ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമാനിറ്റി വിടാതെ നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് വായിക്കാൻ മനസ്സിലാക്കുന്ന ഒരു സ്റ്റോറിയാണിത്. ഇനി ജർമ്മൻ ഓഫീസർ, എ സോൾജർ വിത്ത് എ കോൺസയൻസ്. This officer wears a Nazi uniform but doesn't act like a typical soldier. അദ്ദേഹം ഒരു ടിപ്പിക്കൽ സോൾജറെ പോലെ ഒന്നും അല്ല ആക്ട് ചെയ്യുന്നത്. നാസിയുടെ യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞ് നാസിസോ കാണിക്കുന്നെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടാൽ വെടിവെക്കണം, അങ്ങനല്ലല്ലോ ചെയ്തത്. അപ്പോൾ അദ്ദേഹം നാസി യൂണിഫോം ഇട്ടെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള, അതായത് നാസി സോൾജേഴ്സ് എങ്ങനെ ആവണമോ അങ്ങനെ, അതാണ് ടിപ്പിക്കൽ. അങ്ങനെയല്ല അദ്ദേഹം. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ് സ്പിൽമൻ ഹീ സേസ് കംഫർട്ടിംഗ് വേർഡ്സ്. ഇറ്റ് ഇസ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. ഉണ്ടോ, അതൊന്നും പ്രശ്നമില്ല, താങ്കൾ പിയാനോ വായിച്ചോളൂ. അതേ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഹീ ഫീൽസ് ഷെയിം അബൌട്ട് ജർമ്മനീസ് ആക്ഷൻസ്. ഉണ്ടോ, ജർമ്മനിയുടെ ആക്ഷൻസിന് അദ്ദേഹത്തിന് ഷെയിമാണ് തോന്നിയത്. വിസ്പറിങ്, ഐ ആം അഷെയിംഡ് ഓഫ് ഇറ്റ്. ഉണ്ടോ, എനിക്കിതിൽ നാണക്കേടാണ് എന്ന് വിസ്പർ ചെയ്യുകയാണ്. എവറി ടൈം ഹീ വിസിറ്റ്സ് ഹീ റിസ്ക്സ് ഹിസ് ലൈഫ് ടു ബ്രിങ് ബ്രെഡ് ആൻഡ് ജാം. ഉണ്ടോ, എപ്പോഴും അദ്ദേഹത്തെ വന്ന് നോക്കും. അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ത്രട്ടനിങ്ങിലാണ്. ഈ ജാമും ബ്രെഡും ഒക്കെ കൊണ്ടുവരുന്നുണ്ട അദ്ദേഹത്തിനാണ് പണിഷ്മെൻറ്റ് കിട്ടുക, എന്നിട്ടും കൊണ്ടുവരും. ഷോയിങ് ഹീ കെയേഴ്സ് മോർ അബൌട്ട് ഹെൽപ്പിംഗ് ദാൻ ഫോളോയിങ് ഓർഡേഴ്സ്. ഉണ്ടാവും, ഫോളോയിങ് ഓർഡേഴ്സിനേക്കാൾ കൂടുതലും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഹിസ് ഫൈനൽ ഗിഫ്റ്റ് ഈസ് എ വാം ബ്ലാങ്കറ്റ്. ലാസ്റ്റ് കൊടുത്തതൊരു വാം ബ്ലാങ്കറ്റാണ്. ആൻഡ് ഹോപ്പ്ഫുൾ വേർഡ്സ്. എന്നിട്ട് ഹോപ്പ്ഫുൾ വേർഡ്സും കൊടുത്തു. ഗോഡ് വോൺസ് us to live. ഉണ്ടോ, ദൈവത്തിന് നമ്മൾ ജീവിക്കണമെന്നാണ്. Though he is supposed to be the enemy, he becomes Spillman's secret protector. ശരിക്കും അദ്ദേഹം എനിമിയാണ്, അദ്ദേഹത്തെ എനിമിയായിട്ടാണ് കാണേണ്ടത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ആയിരുന്നോ? അല്ല, അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സീക്രട്ട് പ്രൊട്ടക്ടറായിട്ടാണ് അവിടെ നിലകൊണ്ടത്. അത്രയുമാണ് എന്ത്, ക്യാരക്ടർ സ്കെച്ച്. വേണമെങ്കിൽ ഇനിയും വിശാലമായിട്ട് എഴുതാം, വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദിസ് എക്സെപ്റ്റ് ഫ്രം എ ലെറ്റർ ബൈ ഇ മോഷെ ഹു ഡൈഡ് ഇൻ ദ വോൾസോ ഗെട്ടോ ടു ഹിസ് ഡോട്ടർ ഓല. അപ്പോൾ ആ ഗെട്ടോയിൽ പെട്ടുപോയ ഒരാളാണ് ഈ മോഷെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഓലയ്ക്ക് എഴുതിയ ലെറ്ററാണ് ഇവിടെ ഉള്ളത്. നോക്ക് വായിക്കാം. വെനസ്ഡേ, April 1943. My darling, I am holding fast. What will be afterwards, God only knows. Whatever happens, don't be sorry. I am no more worthy than so many brothers and sisters. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട മകളെ അല്ലെങ്കിൽ എൻ്റെ ഡാർലിങ് എന്താണ്, ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്, ഞാനിവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുകയാണ്. എന്താകുമെന്ന് എനിക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയാവൂ. എന്ത് സംഭവിച്ചാലും ഓർത്ത് വിഷമിക്കേണ്ട. എൻ്റെ ജീവൻ ഇതിനേക്കാൾ കൂടുതൽ വിലയുള്ള സിസ്റ്റേഴ്സൊക്കെ അത് ബ്രദേഴ്സും ഒക്കെ ഉണ്ട്, അവരെക്കാൾ വലുതല്ല ഞാൻ. ഐദർ വേ ഐ ഹോപ്പ് ടു ഗെറ്റ് ടു എ സേഫ് ഹെവൻ. എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ സേഫായിട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഐ ഓൺലി തിങ്ക് അബൌട്ട് ആൻഡ് വറി ഫോർ യുവർ ഫേറ്റ്. നിങ്ങളുടെ മകളുടെ മാത്രമല്ല ഫാമിലിയുടെ ഫേറ്റാണ് അദ്ദേഹത്തിൻ്റെ വിഷമം. യു മൈ ഡാർലിംഗ് ഓല, ഓൺ യുവർ ഷോൾഡേഴ്സ് റെസ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് യുവർ മദർ ആൻഡ് സിസ്റ്റേഴ്സ്. മകളെ, നിൻ്റെ ചുമരിലാണ് നിൻ്റെ അമ്മയെയും മറ്റ് സഹോദരികളെയും നോക്കേണ്ട ഉത്തരവാദിത്തം. കാര്യം ഈ കുട്ടിയായിരിക്കാം മൂത്ത കുട്ടി അല്ലേ, നിൻ്റെ ചുമരിലാണ്. ഐ ട്രൈ ടു ബി ബ്രേവ് ആൻഡ് അറേഞ്ച് എവറിത്തിങ് കാംലി ആൻഡ് വൈസ്ലി. ദാറ്റ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഐ കുഡ് സേവ് യു. എന്താണ്, ഞാൻ വളരെ ധൈര്യത്തോടു കൂടി ഇരിക്കുകയാണ്, എല്ലാം ശരിയാകും എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഉള്ളത്. അതുമാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ സുരക്ഷിതനായിരിക്കുക, അതാണല്ലോ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. Of course, I am writing this with the sense of responsibility of a father and husband. ഉറപ്പായും എന്താണ്, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഒരച്ഛൻ്റെയും അതുപോലെ ഒരു ഭർത്താവിൻ്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി തന്നെയാണ്. I have not for one moment lost hope that I will be saved and returned to you. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, അതുപോലെ ഞാൻ സുരക്ഷിതനായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് ഞാനിവിടെ. ഒരു നിമിഷം പോലും ഞാനത് കൈവിട്ടിട്ടില്ല. ഏത് നിമിഷവും എനിക്ക് ആ പ്രതീക്ഷ തന്നെയാണ്. ഇറ്റ് ഈസ് വെരി ബാഡ് ഫോർ മീ ദാറ്റ് ഐ വാസ് ലെഫ്റ്റ് പെന്നിലെസ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പണമൊന്നുമില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബാഡ്.
ഇറ്റ് മേക്സ് ഇറ്റ് വെരി ഹാർഡ് ടു ഗെറ്റ് ഫുഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡൊന്നും കിട്ടുന്നില്ല, അത് വളരെ ഹാർഡാണ്. ആൻഡ് ഇഫ് യു ഹാവ് എ ചാൻസ് ടു എസ്കേപ്പ് ചെയ്യാനൊരു ചാൻസ് കിട്ടിയാൽ റിമെമ്പർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് മണി. എങ്ങനെ രക്ഷപ്പെട്ടാലും പണമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നീ മറക്കരുത് എന്ന് പറയുന്നു. നോട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് വോർ ഓൺ മോഷേസ് ഫാമിലി. ഡിസ്പ്ലേസ്മെൻറ്റ്, സെപ്പറേഷൻ ആൻഡ് ഇമോഷണൽ ട്രോമ ആർ ദ ഇന്നെവിറ്റബിൾ കോൺസിക്വൻസസ് ഓഫ് വോർ ഫോർ മോസ്റ്റ് ഫാമിലീസ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റോറി വായിച്ചോ, യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റാണ് ഇവിടെയും ഉണ്ടായത്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ്, മാറി താമസിക്കൽ, സെപ്പറേഷൻ, വേർപിരിയൽ, അതുപോലെ ഇമോഷണലായിട്ടുള്ള വികാരങ്ങൾ, ഇതൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങൾ തന്നെ, കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങൾ തന്നെയാണ്. ഷോൾ വി കണ്ടക്ട് എ പോസ്റ്റർ എക്സിബിഷൻ ആസ് പാർട്ട് ഓഫ് ആൻ ആൻറ്റി വോർ ക്യാമ്പയിൻ ടു റൈസ് അവെയർനെസ് അബൌട്ട് ദ ഡിവാസ്റ്റിംഗ് എഫക്ട്സ് ഓഫ് വോർ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോട്ടിംഗ് പീസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ യുദ്ധമൊക്കെ നിർത്തണം, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഇതിൻ്റെ മോശവശങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും സമാധാനത്തിൻ്റെ നല്ല വശങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടും ഒക്കെ നമ്മൾക്കൊരു പോസ്റ്റർ എക്സിബിഷൻ ഒന്ന് നടത്തിയാലോ. അതൊക്കെ ക്ലാസ്സിലാണ് നടത്തേണ്ടത് അല്ലേ. എന്തായാലും നമുക്ക് കുറച്ച് അതിൻ്റെ പോസ്റ്ററിന് പറ്റിയ കുറച്ച് ക്യാപ്ഷൻസ് ഒക്കെ പറഞ്ഞു തരാവേ. ഇമേജ് ആയിട്ട് നമുക്ക് ഹൂ വിൽ പ്രൊട്ടക്ട് ദം, അതാണ് നമുക്ക് ക്യാപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇമേജ് ആയിട്ട് ആരെ കൊടുക്കാം, എ ഗേൾ ലീഡിങ് യങ്ങർ സിബ്ലിങ്സ് ബൈ ഹാൻഡ്. ഉണ്ടാവും കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ യങ്ങറായിട്ടുള്ള കുട്ടികളെയും കൂടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പിക്ചർ വേണമെങ്കിൽ കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റും കൂടി കൊടുക്കാം, ഹെഡിങ് കൂടെ താഴെ എന്തും കൂടെ കൊടുക്കാം. ഓല ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ഹർ മദർ ആൻഡ് സിസ്റ്റേഴ്സ്, വോർ ഫോഴ്സസ് ചിൽഡ്രൻ ടു ഗ്രോ അപ്പ് ടു സൂൺ. ആ പൊടിക്കുട്ടി പെട്ടെന്ന് വലുതായി. എന്താ കാര്യം, ആ കുട്ടിക്കാണ് റെസ്പോൺസിബിലിറ്റിയൊക്കെ വരുന്നത് നമ്മൾ കുറച്ച് പക്വതയാകുമ്പോഴാണ് അല്ലേ. കുഞ്ഞുങ്ങൾ പോലും യുദ്ധം കൊണ്ട് പെട്ടെന്ന് വലുതാവേണ്ടി വരുന്നു, അവരെ കുട്ടിത്തം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഓലയ്ക്കാണ് ഇവിടെ മദറിനെയും സിസ്റ്റേഴ്സിനെയും നോക്കാനുള്ള ഉത്തരവാദിത്തം. അപ്പോൾ ഇതൊരു പോസ്റ്ററായിട്ട് നമുക്ക് ചെയ്യാം. വേറെ വേണോ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ ഇമേജസ് കിട്ടും, വേറെ തരാം. ചിൽഡ്രൻ ആൻഡ് വോർ എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എവറി ചൈൽഡ് ഡിസേർവ് സേഫ്റ്റി നോട്ട് സൈറൻസ്. ഉണ്ടോ, എല്ലാ കുട്ടികളും എന്താണ് അവർക്ക് വേണ്ടുന്നത്, ഏറ്റവും കൂടുതൽ എല്ലാ കുട്ടികളും എന്ത് ഡിസർവ് ചെയ്യുന്നു, സേഫ്റ്റി, സുരക്ഷിതത്വമാണ് അവർ ഡിസർവ് ചെയ്യുന്നത്, എന്തല്ല, സൈറനുകളല്ല അല്ലേ, അപകട സൂചനകളോ അല്ലെങ്കിൽ മുഴക്കങ്ങളോ ഒന്നും അല്ല, അലാംസോ ഒന്നും അല്ല എന്ന് നമുക്ക് കൊടുക്കാം. പിക്ചറൊക്കെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. മക്കളെ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ചാപ്റ്റർ ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട്, സമ്മറി എല്ലാം ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററും ഫുള്ള് നമ്മളിതാ ഫിനിഷ് ചെയ്തു. ഇനി പോയമാണ്, പോയം എത്രയും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ കുറഞ്ഞാണ് വരുന്നത്, ദയവേത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യാത്തത്, ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായും ഡിസ്ലൈക്ക് ചെയ്യാം. കമൻറ്റ് ചെയ്യാൻ സാധിക്കും, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10ാം ക്ലാസ്സാണ്, മിടുക്കനായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.